അലമീൻ ആണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ഉള്ളത്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ കൽപ്പറ്റ ടൗണിൽ നിന്ന് മേപ്പാടി റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ ചൂരൽമലയിലേക്ക് പോകും. ചൂരൽമല ടൗണിലേക്ക് വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും ബെയിലി പാലത്തിന് സമീപം വെച്ചാണ് സൈനിക ഉദ്യോഗസ്ഥരെ കാണുക. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ച ബെയിലി പാലം വന്നതോടുകൂടിയാണ് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗം വെപ്പിക്കാൻ കഴിഞ്ഞത്. വാഹനങ്ങൾ JCB അടക്കം മറുകരയിലേക്ക് കടത്താൻ സാധിച്ചത്. ആദ്യം താൽക്കാലിക പാലമായിരുന്നു. താൽക്കാലിക പാലത്തിലൂടെയാണ് അട്ടമലയിലടക്കം കുടുങ്ങിക്കിടന്നിരുന്ന മനുഷ്യരെ ആ കുത്തൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് കയറ് പിടിച്ച് മറുകര കയറ്റുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരുപാട് ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. ഇന്നിപ്പോൾ ദുരന്തമുണ്ടായി. 11ാം പക്കമാണ്. ഈ 11ാം പക്കം വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ പ്രധാനമന്ത്രി എത്തുകയാണ്. മേപ്പാടി ടൗണിലേക്ക് ഇപ്പോൾ മേപ്പാടി റോഡിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടിയിലേക്ക് വാഹനം എത്തിയിരിക്കുകയാണ്. മേപ്പാടി ടൗൺ വഴിയുള്ള ഗതാഗതമാണ്. നമ്മളിപ്പോൾ മേപ്പാടി റോഡിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. മേപ്പാടി ടൗണിലേക്ക് എത്തുന്നതേ ഉള്ളൂ. മേപ്പാടി റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ചൂരൽമല ടൗണിലേക്കാണ് വാഹനം എത്തിച്ചേരുക. ചൂരൽമലയിലേക്ക് വരുന്ന പ്രധാനമന്ത്രിക്ക് അവിടെ ഇപ്പോഴും അവശേഷിക്കുന്ന ദുരന്ത ബാക്കി അത് എത്രത്തോളമാണെന്ന് നേരിട്ട് കണ്ടറിയാൻ സാധിക്കും. ആ ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകളാണ് അവിടെയുള്ളത്. എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യർ ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാത്തവരായി മാറിപ്പോയതിൻ്റെ നേർക്കാഴ്ച പ്രധാനമന്ത്രി വന്നിറങ്ങുന്ന ഇടത്ത് തന്നെയുണ്ട്. അത് നരേന്ദ്രമോദി എന്ന മനുഷ്യനെ വേദനിപ്പിക്കാതെ ഇരിക്കില്ല. കാരണം അതിൻ്റെ ആകാശ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കാണാൻ പോകുന്ന ദൃശ്യം അത് ആ ദുരന്തത്തിൻ്റെ ബാക്കിയാണ്. ശവപ്പറമ്പായി കഴിഞ്ഞിരിക്കുന്ന ചൂരൽമലയുടെ ഭാഗങ്ങളാണ് പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് വന്ന് പതിക്കാൻ പോകുന്നത്. ആ കാഴ്ചകൾ ആ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ കാൽച്ചുവട്ടിനടിയിൽ കിടന്ന് മനുഷ്യർ ഉണ്ടായിരുന്നു. ആ മനുഷ്യരുടെ മൃതദേഹങ്ങളാണ് പുറത്തെടുക്കേണ്ടി വന്നത് എന്നതും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്ന ദൃശ്യമായിരിക്കും. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം മേപ്പാടി റോഡിൽ നിന്ന് മേപ്പാടി ടൗണിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ചൂരൽമലയിലേക്ക് പ്രധാനമന്ത്രിയും സംഘവും എത്തിച്ചേരും. ചൂരൽമലയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നൽകാൻ നമ്മുടെ വാർത്താ സംഘം തയ്യാറാണ്. അവിടെ ബെയിലി പാലത്തിന് സമീപമുള്ള ഒരുക്കങ്ങൾ എത്രയായി എന്നത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരെ എത്തിക്കാൻ കഴിയുന്നതാണ്. അലമീൻ, ഇപ്പോൾ ചൂരൽമല ഭാഗത്ത്, അതായത് ബെയിലി പാലത്തിൻ്റെ ഭാഗത്തേക്ക് അവിടെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? സുരക്ഷാ വിന്യാസത്തിൻ്റെ ഭാഗമായി പൊതുജനങ്ങളെ ആരെയും അവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. ദുരന്തബാധിതർക്ക് പോലും അവിടേക്ക് പ്രവേശനമില്ല. പൂർണ്ണമായും പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ്, സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, ഒപ്പം SPGയുടെ നിയന്ത്രണത്തിലാണ്. പ്രത്യേകിച്ച് ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം ദുരന്തബാധിത മേഖല. തൊട്ടടുത്താണ് മുണ്ടക്കൈ, അതിൻ്റെ തൊട്ടടുത്താണ് പുഞ്ചിരിമറ്റം. നമുക്കറിയാം നക്സലൈറ്റ് അതുപോലെ തന്നെ മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ഉള്ളൊരു പ്രദേശം കൂടിയാണ് പുഞ്ചിരിവട്ടം. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ചൂരൽമലയിലെത്തുന്ന പ്രധാനമന്ത്രി നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കൂ അലമീൻ, ഇപ്പോൾ താമരശ്ശേരി ചുരത്തിലടക്കം ഗതാഗത നിയന്ത്രണം ഒരുക്കിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള പ്രദേശങ്ങൾ, അത് നമ്മുടെ ദീപക് മോഹൻ നേരത്തെ തന്നെ പലയിടങ്ങളും പറഞ്ഞതാണ്. നോക്കൂ, ഇപ്പോൾ കടന്നു വരുന്ന വഴികളിൽ ഒരിടത്ത് പോലും പാർക്കിംഗ് അനുവദിച്ചിട്ടില്ല. പൂർണ്ണമായും, അതായത് ഒരു കോർഡൺ ചെയ്തുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ചൂരൽമലയിലേക്കുള്ള വഴിയിൽ എമ്പാടും ഒരുക്കിയിട്ടുണ്ട്. കാരണം മാവോയിസ്റ്റ് ഭീഷണികൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയുള്ള ഇടമാണ്, അങ്ങനെയുള്ള ഭീഷണി വന്നിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ഒരു 3 ടയർ സെക്യൂരിറ്റി തന്നെ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ദുരന്തബാധിതരെ നേരിൽ കാണുന്നതിന്, ദുരന്ത ഭൂമിയിൽ നേരിട്ടെത്തുന്നതിനാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ചൂരൽമലയിലേക്ക് പോകുന്നത്. അലമീൻ, വേണമെങ്കിൽ ഒരു ആകാശ നിരീക്ഷണം, അതിനുശേഷം കളക്ടറുമായും മുഖ്യമന്ത്രിയും ഒക്കെയായുള്ള ഒരു കൂടിയാലോചന അതിൽ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ അതല്ല, എനിക്ക് അവിടേക്ക് നേരിട്ട് പോകണം എന്ന് പ്രധാനമന്ത്രി തന്നെ ഇൻസിസ്റ്റ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചൂരൽമലയിലേക്ക്, ഒപ്പം ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന ബെയിലി പാലത്തിനടുത്തേക്ക് എനിക്ക് നേരിട്ട് പോകണം എന്ന് പ്രധാനമന്ത്രി തന്നെ ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അലമീൻ, കാരണം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നേരിട്ടറിയേണ്ടത് പ്രധാനമന്ത്രിക്ക് അനിവാര്യമാണ്. സംസ്ഥാനം വലിയ രീതിയിലുള്ള സഹായം ആവശ്യപ്പെടുമ്പോൾ, 2000 കോടിയുടെ പാക്കേജൊക്കെ ആവശ്യപ്പെടുമ്പോൾ അത് നൽകേണ്ടതും അത്യാവശ്യമാണ്. അത് നൽകിയില്ലെങ്കിൽ പോലും അർഹമായി നൽകേണ്ടത് അനിവാര്യമാണ്. അതിനാ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഒക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി എത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി തന്നെ ഉദ്യോഗസ്ഥ സംഘം എന്താണ് സാഹചര്യം എന്നുള്ളത് നേരത്തെ വിശദീകരിച്ചിരുന്നു. കേന്ദ്ര സംഘം ഇന്നലെ എത്തി സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായിട്ടും മന്ത്രിതല ഉപസമിതിയുമായിട്ടുമൊക്കെ ചർച്ച നടത്തിയ ആവശ്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഈ കാഴ്ചകൾ
കൂടി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കും ഒരു നടപടി കേന്ദ്രം പ്രഖ്യാപിക്കുക. അതിനുവേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് ദുരന്തബാധിത മേഖലയിലേക്ക് എത്തുന്നത്. ആകാശ നിരീക്ഷണം നടത്തി മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും ചൂരൽമലയിലുമൊക്കെ ആ ദുരന്തശേഷമുള്ള ഭൂമി എന്താണ് എന്നുള്ള സാഹചര്യം പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഹെലികോപ്റ്ററിൽ. ഒരുപക്ഷെ ആ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കേരളം ആവശ്യപ്പെടുന്ന സഹായം അത് അനുവദിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും മുഖ്യമന്ത്രി തന്നെ അനൗദ്യോഗികമായി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും ആ ആകാശ നിരീക്ഷണത്തിലൂടെ പ്രദേശത്തിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെല്ലാം കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് പ്രധാനമന്ത്രി കൽപ്പറ്റയിലെത്തിയത്. ഇപ്പോൾ റോഡ് മാർഗം അദ്ദേഹം ഈ ചൂരൽമലയിലേക്ക് എത്തുകയാണ്. ചൂരൽമലയിലേക്ക് എത്തുമ്പോഴും അവിടെ ദുരന്തബാധിതരെയോ അല്ലെങ്കിൽ ദുരന്തത്തിനിരയായ ആളുകളെയോ പ്രദേശവാസികളെയോ ഒന്നും തന്നെ അവിടേക്ക് എത്തിക്കുന്നില്ല. അവിടെ പൂർണ്ണമായും സൈന്യത്തിൻ്റെ അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെയൊക്കെ നിയന്ത്രണത്തിലാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം മേപ്പാടിയിലേക്ക് എത്തും. മേപ്പാടി കടന്ന് ചൂരൽമലയിലേക്ക് പോകും. മേപ്പാടിയിൽ നിന്ന് ഏതാണ്ട് 16-17 കിലോമീറ്ററോളം ദൂരമുണ്ട് ചൂരൽമലയിലേക്ക്. അതെല്ലാം ദുർഘടമായിട്ടുള്ള റോഡുകളും മറ്റുമാണ്. ഇന്നലെ റോഡുകളൊക്കെ ശരിയാക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. തേയിലത്തോട്ടത്തിനിടയിലൂടെ പ്രധാനമന്ത്രി അവിടേക്ക് കടന്നു പോകും. ബെയിലി പാലം വരെയായിരിക്കും പ്രധാനമന്ത്രി പോവുക. ബെയിലി പാലത്തിൽ നിന്നുകൊണ്ടും ഈ പുന്നപ്പുഴ വഴിമാറി ഒഴുകി വന്ന് പുന്നപ്പുഴ മുണ്ടക്കയൊക്കെ ഇല്ലാതാക്കി കൊണ്ടുപോയ പുന്നപ്പുഴയുടെ ഇപ്പോഴത്തെ ഒഴുക്കും അതെല്ലാം പ്രധാനമന്ത്രി നോക്കിക്കാണും. വെള്ളാർമല സ്കൂളിൻ്റെ അവസ്ഥയൊക്കെ അവിടെ നിന്ന് കാണാവുന്നതേയുള്ളൂ. ദുരന്തത്തിൻ്റെ ആകാശ ദൃശ്യത്തിനപ്പുറമുള്ള ഒരു കാഴ്ചയും പ്രധാനമന്ത്രിക്ക് ചൂരൽമലയിൽ ബെയിലി പാലത്തിൽ നിന്ന് നോക്കിക്കാണാനാകും. അതിനുശേഷമാകും ദുരന്തബാധിതരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നടത്തുക. ശേഷം ചികിത്സയിൽ കഴിയുന്ന ഈ ദുരന്തത്തെ അതിജയിച്ച ആളുകളെയും അദ്ദേഹം കാണുന്നുണ്ട്. ശേഷമാണ് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗം. അതാണ് ഏറെ പ്രധാനം. ഈ കാഴ്ചകൾ കണ്ടതിന് ശേഷം പ്രധാനമന്ത്രിയുടെ മനസ്സ് എത്രത്തോളം ഇളകിയിട്ടുണ്ട് എന്നും കേരളം ചോദിക്കുന്നത് വയനാടിൻ്റെ വീണ്ടെടുപ്പിനായി കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് പ്രധാനമന്ത്രി എത്രത്തോളം തയ്യാറാകുമെന്നുള്ളത് ആ യോഗത്തിൽ അറിയാം. ഈ കാഴ്ചകൾ കണ്ടിട്ട് എത്രത്തോളം പ്രധാനമന്ത്രിയുടെ മനസ്സിനൊരു മാറ്റം വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ കേരളം ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതാണ് എന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ കാഴ്ചകൾക്ക് ശേഷം ആകാശ ദൃശ്യങ്ങൾക്ക് ശേഷം തീർച്ചയായും മഹാദുരന്തമുണ്ടായ ഇടങ്ങളാണിത്. മഹാദുരന്തങ്ങൾ ഉണ്ടായ ഇടങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 11 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മഹാദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ടറിയുന്നതിന് ആകാശ നിരീക്ഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും ഇപ്പോൾ ചൂരൽമലയിലേക്ക് ഈ ഉരുളുപൊട്ടി വന്ന് പതിച്ചതിൻ്റെ ഡെഡ് എൻഡ് വരെയുള്ള ഭാഗങ്ങൾ അത് കാണുന്നതിനായി പ്രധാനമന്ത്രി നേരിട്ടെത്തുകയാണ്. മഹാദുരന്തം കഴിഞ്ഞു, പകച്ചു നിൽക്കുകയല്ല ഇനി നമ്മൾ വേണ്ടത്. നമ്മൾ അതിജീവനത്തിൻ്റെ പാതയിലാണ്. ആ അതിജീവനത്തിനുള്ള പാതയിൽ മുന്നിൽ നിന്ന് നയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിലൂടെ. ദില്ലിയിൽ നിന്നുള്ള ഒരു ഉത്തരവല്ല, നേരിട്ട് ദുരന്തഭൂമിയിലേക്ക് വരുന്നു എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കുകയായിരുന്നു. ഉരുൾപൊട്ടലിൻ്റെ ദുരനുഭവങ്ങൾ, ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നത് അതെല്ലാം നേരിട്ട് മനസ്സിലാക്കുന്നു. വിവിധ മാധ്യമങ്ങളിലൂടെ വന്നതാണ്. ആ കാഴ്ചകളെല്ലാം കഴിഞ്ഞ 11 ദിവസമായി നമ്മുടെയൊക്കെ ഉള്ളിലേക്കുന്ന കാഴ്ചകളാണ്. കേരളത്തിൻ്റെ തന്നെ നെഞ്ചു തകർത്തുകൊണ്ടാണ് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഉരുൾപൊട്ടിയത്. കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ ദുരന്തത്തിന് മുന്നിൽ നമ്മൾ പകച്ചു നിൽക്കുകയല്ല, നമ്മൾ ഇതിനെ അതിജീവിക്കും എന്ന വാക്കാണ് നമ്മൾ വയനാട്ടിലെ ജനതയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദുരന്തഭൂമിയിൽ കണ്ട കാഴ്ചകൾ ഉള്ളുലയ്ക്കുന്നതാണ്.